എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇത് ഞാൻ എടുത്തു പറയുന്നു, ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പ്രത്യേക ഒരു വിഷയമുണ്ട്. ആ വിഷയമല്ല ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് ആണ്. അതായത് എക്കണോമിക്സിലെ, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിലെ സാംഖികമാണ് കേട്ടോ. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നോക്കാൻ പോകുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് ക്ലാസ് ചെയ്യുന്നത്, എക്കണോമിക്സ് ക്ലാസ് +1 ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം പ്രധാനമായും പറഞ്ഞു പോകുന്ന ഒരു ക്ലാസ്സാണിത്. അത് നമുക്ക് തുടങ്ങാം. അപ്പം എക്കണോമിക്സ് നിങ്ങൾ +1ലേക്ക് വരുമ്പോഴാണ് എക്കണോമിക്സിനെ പറ്റി കേൾക്കുന്നത്. എക്കണോമിക്സിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് എക്കണോമിക്സ് ആയി അറിയപ്പെടുന്നത് ആദം സ്മിത്ത് ആണ്. അദ്ദേഹം ഒരു എക്കണോമിക്സ്റ്റാണ്. അദ്ദേഹത്തെ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് മാർഷൽ. ഒരു പ്രധാനപ്പെട്ട എക്കണോമിക്സ്റ്റാണ് ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹം എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തത് അല്ലെങ്കിൽ നിർവചിച്ചത് എങ്ങനെയാണെന്ന് എക്സാമിന് 1 വേർഡ് ആയിട്ട് ചോദിക്കും. ആ നിർവചനം തന്നിട്ട് ഇതാരാണ് ഇങ്ങനെ നിർവചിച്ചത് എന്ന് ചോദിക്കും. നമുക്ക് അപ്പോൾ നിർവചനം നോക്കാം. ആൽഫ്രഡ് മാർഷൽ സാമ്പത്തിക ശാസ്ത്രത്തെ മനുഷ്യരുടെ സാധാരണ ജീവിത വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള പഠനമായാണ് നിർവചിച്ചത്. എങ്ങനെയാണ് ആൽഫ്രഡ് മാർഷൽ നിർവചിച്ചത്? മനുഷ്യരുടെ സാധാരണ ജീവിത വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള പഠനമായിട്ടാണ് സാമ്പത്തിക ശാസ്ത്രത്തെ അല്ലെങ്കിൽ എക്കണോമിക്സിനെ ആൽഫ്രഡ് മാർഷൽ നിർവചിച്ചത്. നമുക്കതിന് ഇംഗ്ലീഷ് ഭാഗം നോക്കാം. Alfred Marshall defined economics as the study of man in the ordinary business of life. ഇത് 1 വേർഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഷുവറായിട്ട് നോക്കി വെക്കണം. ഇനി നമുക്ക് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ചില ആശയങ്ങൾ, അതായത് ചില ടേംസ്, പദങ്ങൾ നോക്കാം. നമ്മൾ സോഷ്യോളജിയിൽ കുറേ പദങ്ങൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് പദങ്ങൾ പഠിക്കണം. അതിൽ പ്രധാനപ്പെട്ടവയാണ് ഉപഭോക്താവ്, കൺസ്യൂമർ, വിൽപ്പനക്കാരൻ, സെല്ലർ, ഉൽപ്പാദകൻ, പ്രൊഡ്യൂസർ, സേവനദാതാവ്, സർവീസ് പ്രൊവൈഡർ, തൊഴിലാളി, എംപ്ലോയി, പിന്നെ തൊഴിൽ ഉടമ, എംപ്ലോയർ എന്ന് പറയുന്ന ഈ പദങ്ങൾ ഒന്നെങ്കിൽ 1 വേർഡ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ പട്ടികയായിട്ട് ചോദിക്കും. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഇടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കണം. ഉപഭോക്താവ് അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ സംതൃപ്തിക്കായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ആളാണ് ഉപഭോക്താവ്. അതായത് നമ്മൾ കടയിൽ പോയി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങുന്നു, അതിനെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. അടുത്തത് സെല്ലർ, വിൽപ്പനക്കാരൻ. ലാഭമുണ്ടാക്കാൻ സാധനങ്ങൾ വിൽക്കുന്ന ആളാണെന്ത്? വിൽപ്പനക്കാരൻ. ഒരു കട ഉടമേനെ ആലോചിച്ചാൽ മതി. കടയിൽ അയാൾ സാധനങ്ങൾ വിൽക്കുന്നത് എന്തിനാണ്? ലാഭങ്ങൾ ഉണ്ടാക്കി പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അല്ലേ? അതിനെയാണ് വിൽപ്പനക്കാരൻ അല്ലെങ്കിൽ സെല്ലർ എന്ന് പറയുന്നത്. അടുത്തത് ഉൽപ്പാദകൻ, പ്രൊഡ്യൂസർ. വരുമാനം ഉണ്ടാക്കുന്നതിനെ സാധനങ്ങളോ സേവനങ്ങളോ നിർമ്മിക്കുന്ന ആളാണ് ഉൽപ്പാദകൻ, അല്ലേ? ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് പറയാം? ഷുഗർ മാനുഫാക്ചറിങ് പറയാം. എ പേഴ്സൺ ഓർ ഫേം പ്രൊഡ്യൂസസ് സം ഗുഡ്സ് ഹി ബിക്കം എ പ്രൊഡ്യൂസർ. അതാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ. അതായത് എന്താണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ? പൈസ ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ നിർമ്മിക്കുന്ന ആൾ. അത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ഇപ്പം ചെരുപ്പ് ഉണ്ടാക്കുന്ന ഒരാൾ ചെരുപ്പ് ഉണ്ടാക്കുന്നത് എന്തിനാണ്? അത് കടയിൽ വിറ്റ് അയാൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ നിങ്ങൾ ഉദാഹരണം അനുസരിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ ഇത് എളുപ്പമാണ്. അടുത്തതാണ് സേവനദാതാവ്, സർവീസ് പ്രൊവൈഡർ. പ്രതിഫലം കൈപ്പറ്റി മറ്റുള്ളവർക്ക് സേവനം നൽകുന്നു. ഉദാഹരണം ആരൊക്കെയാണ്? ഡോക്ടർ, അഭിഭാഷകൻ, ഡ്രൈവർ. നമുക്കറിയാം ഡോക്ടർ പൈസ അയാൾ വാങ്ങുന്നുണ്ട്. പൈസ വാങ്ങിയിട്ടാണ് അയാൾ ഓരോ രോഗികളെ നോക്കുന്നത്. അത് ഉദാഹരണമായി നോക്കിയാൽ നമുക്ക് സർവീസ് പ്രൊവൈഡർ മനസ്സിലാവും. അടുത്ത തൊഴിലാളി, എംപ്ലോയി. വേതനമോ ശമ്പളമോ കൈപ്പറ്റി മറ്റൊരാൾക്ക് വേണ്ടി ജോലി എടുക്കുന്ന ആളെയാണ് നമ്മൾ തൊഴിലാളി എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ അച്ഛനമ്മമാർ തൊഴിലാളികളാണ്. അവർ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർ പൈസ അവർക്ക് കൊടുക്കുന്നു, അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പണിയെടുക്കുന്നു. അത് അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അടുത്തത് എംപ്ലോയർ, തൊഴിലുടമ. വേതനം നൽകി ആരെയെങ്കിലും ജോലിക്ക് എടുക്കുന്ന ആളാണ് തൊഴിലുടമ എന്ന് പറയുന്നത്, എംപ്ലോയർ. ഇപ്പം ഒരാൾക്ക് പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ അയാൾ ജോലി എടുപ്പിക്കുന്നെങ്കിൽ നമ്മൾ എന്താവുന്നു? തൊഴിലുടമ അല്ലെങ്കിൽ എംപ്ലോയർ ആവുന്നു. ഇത്രയും നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് പഠിച്ച് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും ആ ഡെഫിനിഷൻ ആൽഫ്രഡ് മാർഷൽ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുക. അടുത്തായിട്ട് നോക്കാനുള്ളതാണ് ഈ ഭാഗത്ത് കൺസപ്ഷൻ, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഉപഭോഗം, ഉൽപ്പാദനം, വിതരണം. ഇത് മൂന്നും ഇതേ പറഞ്ഞ പോലെ 1 വേർഡ് ആയിട്ടോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. ചെറിയൊരു പാഠമാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഉപഭോഗം, ഉൽപ്പാദനം, വിതരണം എന്ന ആശയം നോക്കാം. ഫസ്റ്റ് ഉൽപ്പാദനം. വിപണിയെ ലക്ഷ്യമാക്കി ഉൽപ്പാദകർ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം അഥവാ പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷ് നോക്കാം. Production refers to the process by which the producer chooses to produce something considering the cost and prices. അടുത്തത് വിതരണം. വിതരണം എന്ന ആശയം പറഞ്ഞത് എന്താണ്?
ദേശീയ വരുമാനത്തെ വേതനം, ലാഭം, പാട്ടം, പലിശ എന്നിവയായി വിവിധ ഉൽപ്പാദന ഘടകങ്ങൾക്കിടയിൽ വിഭജിക്കുന്നതിനെ ആണ് വിതരണം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. Distribution refers to the process by which the national income arising from what has been produced in the country is distributed through wages, profits and interest. അതാണ് ഡിസ്ട്രിബ്യൂഷൻ അഥവാ വിതരണം എന്ന് പറയുന്നത്. അടുത്ത ഉപഭോഗം. തങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനായി ഉപഭോക്താക്കൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനെയാണ് ഉപഭോഗം അല്ലെങ്കിൽ കൺസപ്ഷൻ എന്ന് പറയുന്നത്. യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ വാണ്ട്സ് ഈസ് ടേംഡ് ആസ് കൺസപ്ഷൻ. അപ്പോൾ ഈ 3 ആശയങ്ങൾ ഉപഭോഗം, ഉൽപ്പാദനം, വിതരണം, കൺസപ്ഷൻ, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അടുത്ത ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? എന്താണ് സാംഖികം? അപ്പോൾ നമുക്ക് നോക്കാം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. അപ്പം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചാൽ പോരല്ലോ, അത് എന്താണെന്നും കൂടി അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? സാംഖികം എന്ന പദത്തെ ഏകവചനമായും ബഹുവചനമായും ഉപയോഗിക്കാറുണ്ട്. ബഹുവചനമായി ഉപയോഗിക്കുമ്പോൾ സാംഖികം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഖ്യാപരമായ ദത്തങ്ങൾ, അതായത് ന്യൂമെറിക്കൽ ഡാറ്റ അഥവാ സാംഖിക ദത്തങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്നാണ്. എന്നാൽ ഏകവചനം എന്ന നിലയിൽ സാംഖികത്തിൻ്റെ അർത്ഥം സാംഖികമായ രീതികൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്നാണ്. അത്രയും നിങ്ങൾ നോക്കണം. എന്താണ് സാംഖികം അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പദത്തെ ഏകവചനമായും ബഹുവചനമായും സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഉപയോഗിക്കാറുണ്ട്. ബഹുവചനമായി ഉപയോഗിക്കുമ്പോൾ സാംഖികം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഖ്യാപരമായ ദത്തങ്ങൾ അഥവാ സാംഖിക ദത്തങ്ങൾ എന്നാണ്. എന്നാൽ ഏകവചനം എന്ന നിലയിൽ സാംഖികത്തിൻ്റെ അർത്ഥം സാംഖികമായ രീതികൾ അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്നാണ്. നമുക്കതിന് ഇംഗ്ലീഷ് നോക്കാം. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? ദ ടേം സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് യൂസ്ഡ് either as singular or plural. As a singular noun, the term statistics denotes the various methods adopted for the collection, presentation, analysis and interpretation of quantitative information. As a plural noun, statistics refers to quantitative information or data. Example, the statistics of births, deaths, imports, exports, etc. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? സാംഖികം എന്നാൽ എന്തെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടും വരുന്ന ചോദ്യമാണ്. 2 മാർക്കിനാണ് ചോദ്യം വരാറ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഈ പാഠത്തിൽ നിന്നും വരുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 മാർക്കിനോ 2 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖികത്തിൻ്റെ പ്രാധാന്യം ചോദിക്കും. എന്തൊക്കെയാണ്? സാംഖികം സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ സഹായിക്കുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, സാമ്പത്തിക വസ്തുതകളെ കൃത്യവും സംക്ഷിപ്തവുമായ രൂപത്തിൽ അവതരിപ്പിക്കുവാൻ സാംഖികം സാമ്പത്തിക ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. അടുത്ത പോയിന്റ്, ബൃഹത്തായ ദത്തങ്ങളെ ഏതാനും ചെറുസംഖ്യകളാക്കി ചുരുക്കാൻ സഹായിക്കുന്നു. അതായത് വലിയ ദത്തങ്ങളെ ചെറുതാക്കി ചുരുക്കാൻ സഹായിക്കുന്നു. അടുത്ത പോയിന്റ്, ദത്തങ്ങളുടെ സങ്കീർണത ലഘൂകരിക്കാൻ സഹായിക്കുന്നു. അടുത്തത്, വിവിധ സാമ്പത്തിക ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ സഹായിക്കുന്നു. അടുത്തത്, സാംഖികം താരതമ്യ പഠനങ്ങളെ സഹായിക്കുന്നു. അടുത്ത പോയിന്റ്, സമ്പദ് വ്യവസ്ഥയിലെ ഭാവി പ്രവണതകളും മാറ്റങ്ങളും പ്രവചിക്കാൻ സാംഖികം സഹായിക്കുന്നു. അതായത് എക്കണോമിയിലെ അടുത്ത നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറ്റി പറയാൻ സഹായിക്കുന്നു. അടുത്തത് എന്താണ്? സാംഖികം ദത്തങ്ങൾ സർക്കാരിനും നയരൂപകർക്കും അത്യന്താപേക്ഷിതമാണ്. സാംഖിക ദത്തങ്ങൾ സർക്കാരിനും നയരൂപകർക്കും അത്യന്താപേക്ഷിതമാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്താണ്? ഈ പോളിസീസ് രൂപീകരിക്കാൻ ആവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ആൻ ഇൻവീറ്റബിൾ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എക്കണോമിക്സ്റ്റ്. Complex numerical data in economics are simplified through statistical methods. Voluminous data are reduced to a few figures, making them easily understandable. Imports and exports of a country may be compared with each other or with those of another country. Knowledge of trends and tendencies helps in making future plans. The government plans and makes policies based on statistics എന്നാണ് പറയുന്നത്. അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖികത്തിനുള്ള പ്രാധാന്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് മെയിനായിട്ട് നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ ഈ പാഠം അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്.
സിമ്പിളാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ കണക്കാണെന്ന്. പക്ഷേ ഫസ്റ്റ് ചാപ്റ്ററിലൊന്നും എന്തില്ല, കണക്കില്ല. കണക്കുണ്ട്, അതൊക്കെ 3, 4, 5, 6 അങ്ങോട്ടൊക്കെയുള്ള പാഠങ്ങളിലോട്ടാണ്. ഇവിടെ ഒന്നും കണക്കില്ല. അപ്പം എക്കണോമിക്സ് 2 ഭാഗമാണെന്ന് ഞാൻ ഒന്നും കൂടി പറയുന്നു. ഫസ്റ്റ് വൺ ഇന്ത്യൻ എക്കണോമിയാണ്, സെക്കൻഡ് ഭാഗം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്ത്യൻ എക്കണോമിയിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എക്കണോമി എന്ന് പറയുമ്പോൾ തിയറിയാണ്, ഫുൾ തിയറിയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് പകുതി തിയറിയും പകുതി കണക്കും കൂടിയതാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ എപ്പോഴും കയ്യിലൊരു കാൽക്കുലേറ്റർ വെക്കണം. ഈ ഒരു ഭാഗത്തിനും സെക്കൻഡ് ചാപ്റ്ററിനൊന്നും നമുക്ക് എന്ത് വേണ്ട, കാൽക്കുലേറ്റർ വേണ്ട. ഇത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നമുക്ക് കാൽക്കുലേറ്ററിനൊക്കെ ഉപയോഗമുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടി അത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.